നമസ്കാരം. ഇനി എന്തൊക്കെ ആവട്ടെ, മറ്റെല്ലാം മറന്നാലും ശരി, മലയാളത്തിലെ ആദ്യത്തെ സിനിമ എടുത്ത JC ഡാനിയൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹതഭാഗ്യനായ മനുഷ്യനെ ജീവനോടെ കണ്ടിട്ടുള്ള 4-5 പേരിൽ ഒരാളായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്നത് മാത്രമല്ല, മരുന്നിനോ ഭക്ഷണത്തിനോ വകയില്ലാതെ ഒരു സുഹൃത്തിൻ്റെ ഔദാര്യത്തിൽ ഒരു തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ജീവിച്ചിരുന്ന JC ഡാനിയലിന് ഭാര്യയുടെയും അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് ഒരു അവശകലകാരൻ്റെ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പും സിനിമാ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന K. കരുണാകരനോടും അന്ന് സിനിമാ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനോടും ശണ്ട കൂടിയിട്ടാണെങ്കിലും പെൻഷൻ അനുവദിപ്പിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ സത്യനടക്കമുള്ള നിരവധി സിനിമാക്കാരുടെ പേരുകൾ പറഞ്ഞു കേട്ടപ്പോൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ K. കരുണാകരനോട് കാര്യകാരണങ്ങൾ വിശദമാക്കി കൊടുത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ആ അവാർഡിന് JC ഡാനിയൽ പുരസ്കാരം എന്ന് നാമകരണം ചെയ്യിപ്പിച്ചതും ചേലങ്ങാട് ഗോപാലകൃഷ്ണനാണ്. ഇന്നിപ്പോൾ സർക്കാർ ജോലി ഉണ്ടായിട്ടും അച്ഛനും അമ്മയ്ക്കും നാഴി അരി വാങ്ങാനുള്ള കാശ് മാസാമാസം അയച്ചു കൊടുക്കാഞ്ഞതോ വിഗതകുമാരൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഏക പ്രിന്റിനെ കത്തിച്ച് കളഞ്ഞതോ നമുക്ക് വേണമെങ്കിൽ പൊറുക്കാം. അത് രണ്ടും പൊറുക്കാം. തൻ്റെ വിവാഹമാണെന്ന് ഒരറിയിപ്പ് കൊടുക്കാതെ, അച്ഛന് ഒരറിയിപ്പ് കൊടുക്കാതെ തനിക്ക് ജന്മം തന്നയാൾ ഇഞ്ചിഞ്ചായി എന്താ പറയുക കഷ്ടതകൾ അനുഭവിച്ച് മരിച്ചപ്പോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും ചെല്ലാത്തവനെന്ന് ചരിത്രം പറയുന്ന JC ഡാനിയലിൻ്റെ മകൻ എനിക്കെന്താ മകൻ എന്ന് പറയാൻ പോലും പുച്ഛമാണ്. തലസ്ഥാനത്ത് ചില സിനിമാ പണ്ഡിതന്മാരുണ്ട്, യവനൊക്കെ ഇപ്പോൾ JC ഡാനിയലിൻ്റെ മകനായി ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർക്കാർ പണി LICയിൽ പണി കിട്ടി കോയമ്പത്തൂർ താമസിച്ച് അവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അച്ഛാ ഞാനൊരുത്തേ കെട്ടുന്നു, താൻ ഇങ്ങോട്ട് വരണ്ട, താൻ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട എല്ലായിടത്തും സിനിമ ഉണ്ടാക്കിയവനല്ലേ, താൻ അതുകൊണ്ട് വരണ്ട, പക്ഷെ എൻ്റെ കല്യാണമാണെന്നൊരു വാക്കറിയിച്ചില്ല. എന്ന് മാത്രമല്ല, തൻ്റെ അച്ഛൻ മരിച്ചു എന്നറിയിച്ചപ്പോൾ അതിന് ഞാനെന്ത് വേണമെന്ന് ചോദിച്ച് വരാത്ത മകനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചില എംബോക്കികൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് KSFDC ഒരു തീരുമാനമെടുത്തു. 50 ലക്ഷം രൂപ മുടക്കി JC ഡാനിയലിൻ്റെ പ്രതിമ ചിത്രാഞ്ജലിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രധാന പരിപാടി, പ്രതിമ സ്ഥാപിക്കലൊക്കെ. അതിനായിട്ട് ഒരു ശില്പിയെ കണ്ടെത്തി. ആ ശില്പി മെഴുകിൽ ഒരു ഡമ്മി പ്രതിമ ഉണ്ടാക്കി. ഈ ഡമ്മി പ്രതിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കറക്ഷനും തീർത്ത് മ്യൂസിയത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ കനകുന്ന് കൊട്ടാര വളപ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. ആളുടെ മകനെ വിളിച്ചോണ്ടി കാണിച്ചു, ഇതാണ് നിങ്ങളുടെ അച്ഛൻ, ഇതാ K. കരുണാകരൻ്റെ പ്രതിമ കണ്ടിട്ട് മുരളീധരൻ ചോദിച്ചാണ്, ഇതാണോ K. കരുണാകരൻ? എനിക്കറിയാവുന്ന K. കരുണാകരൻ ഇതല്ല എന്ന് പറഞ്ഞു. അപ്പം മെഴുകി കൊണ്ട് പ്രതിമ ഉണ്ടാക്കി ഡമ്മി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. എങ്കിലും സർക്കാർ JC ഡാനിയലിൻ്റെ ഒരു ഡമ്മി പ്രതിമ ശില്പിയെ കൊണ്ടുണ്ടാക്കി. എന്നിട്ട് അതിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ എന്നറിയാൻ കടിച്ചൊരയില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ മോനെയും കെട്ടിയോളെയും ക്ഷണിച്ചു കൊണ്ടുപോയി വിവരദോഷികൾ. ഈ സജി ചെറിയാനൊക്കെ കാണിക്കുന്ന ക്രൂരതകളുണ്ടല്ലോ. മോനെയും കെട്ടിയോളെയും ക്ഷണിച്ചുകൊണ്ട് കാണിച്ച് എങ്ങനെ ഇരിക്കുന്ന അവിടെ വെച്ച് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു, എപ്പടി ഇരിക്കാപ്പാ? ജോലിയിൽ നിന്നൊക്കെ പെൻഷനായപ്പോൾ കോയമ്പത്തൂർ പൊറുതി അവസാനിപ്പിച്ച്
JC ഡാനിയലിൻ്റെ മോനും കെട്ടിയോളും ഇപ്പോൾ തലസ്ഥാനത്ത് ഫ്ലാറ്റൊക്കെ വാങ്ങി അങ്ങനെ പുതിയ പൊറുതിയാണ്. അവരൊക്കെ അറിയാം ഇനി JC ഡാനിയലിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏക അടയാളം ഞാനാണല്ലോ, എന്നെ എല്ലാവരും സർക്കാരടക്കം എല്ലാവരും കൊണ്ടു നടക്കും എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പോൾ എന്താ പറയുക, സജി ചെറിയാൻ, എനിക്ക് ചിരി വരണം, അതാണ് ഇത് പ്രശ്നം. സജി ചെറിയാൻ അപ്പൻ്റെ മെഴുകുതിരി പ്രതിമ കാണിച്ചിട്ട് ചോദിച്ചു എപ്പിടി ഇരിക്കുക അപ്പാ എന്ന് ചോദിച്ചു. അപ്പൻ്റെ ഡെമ്മി പ്രതിമ വേണ്ടിയിട്ട് മോൻ പറഞ്ഞത്രേ, ശരിക്കും அப்பா மாதிரி தான் இருக்கு, அப்பாட ഉടുപ്പിൻ്റെ ബട്ടൺസ് இந்த மாதிரி தான், അപ്പാടെ ഷൂസും കറക്റ്റ്. ഇതാണ് ഇന്നത്തെ ലോകം. കാരണം ഇവ അപ്പനെ കണ്ടിട്ട് എത്ര കാലമായിരുന്നേ, മരിച്ചിട്ട് പോലും അവസാനമായിട്ട് വന്ന് കാണാത്തവരാണ് അപ്പൻ്റെ പ്രതിമയ്ക്ക് മാർക്കിടാൻ വന്നത്. എന്നാൽ എവിടെയെങ്കിലും JC ഡാനിയലിനെ ജീവനോടെ കണ്ട, സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങിക്കൊടുത്ത് ജീവൻ നിലനിർത്തിയ, സർക്കാരിൻ്റെ ഏറ്റവും വലിയ സിനിമാ അവാർഡിന് JC ഡാനിയൽ സാറിൻ്റെ പേര് തന്നെ ഇടണമെന്ന് സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിച്ച ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. സജി ചെറിയാൻ്റെ നാട്ടുകാരനാണ്. മാവേലിക്കരയും ചേലങ്ങാടുമായിട്ട് അല്ലെങ്കിൽ ചേർത്തലയായിട്ട് അധികം ദൂരമില്ലല്ലോ. ഇപ്പം സജി ചെറിയനോട് നമ്മൾ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ അറിയാമെന്ന് ചോദിച്ചാൽ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ അല്ലേ എന്താ ചിട്ടി കമ്പനി നടത്തുന്ന ആളാണ് എന്ന് ചോദിക്കുമായിരിക്കും. അത്രയും പരിചയം കാണുള്ളൂ സജി ചെറിയാൻ. സാംസ്കാരിക മന്ത്രി സജി സാറേ, നിങ്ങളുടെ വീടിനടുത്താണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ്റെ വീടെങ്കിലും അതെങ്കിലും താങ്കൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയലാറും യേശുദാസും പ്രേം നസീറും അടക്കം പലവട്ടം കടന്നു ചെന്ന വീടാണ് ചേലങ്ങാടിൻ്റേത്. ഭാഗ്യം ചെയ്ത വീടല്ലേ, ആലോചിക്കേ. ഗോപി, എനിക്ക് മൂവണ്ട മാങ്ങ വിളഞ്ഞത് പഴുത്തത് തിന്നണം, നിന്റെ മുറ്റത്തില്ലേ എന്ന് തിരക്കുമ്പോൾ തിന്നാൻ രാഘവ പറമ്പിൽ എത്തിച്ചിരുന്ന ആളായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. കിളിച്ചുണ്ട മാങ്ങയും ഉപ്പും ചേർത്ത് ഇടിച്ച് പൊട്ടിച്ച് ചേലങ്ങാട്ടെ തിണ്ണയിലിരുന്ന് മതി വരും വരെ പ്രേം നസീർ കഴിച്ചത്രേ. അത്രയും സൗഹൃദം സിനിമയിലുണ്ടാക്കിയ മനുഷ്യനായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. ചേലങ്ങാട് വയലാറുമായി ചങ്ങനാശ്ശേരിയിൽ നിന്നും മടങ്ങും വഴിയാണ് രക്തം ഛർദ്ദിച്ച് വയലാർ കുഴഞ്ഞു വീഴുന്നത്. വയലാർ അവസാനമായി വലിച്ച സിഗരറ്റിൻ്റെ കൂട് നിധി പോലെ സൂക്ഷിച്ച മനുഷ്യനായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. ആ കാറിൽ വെച്ച് ആ സിഗരറ്റ് കവർ ചേലങ്ങാട് കയ്യിലെടുത്തു. അതാ പറയാൻ വിട്ടു, ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് പോയി മടങ്ങുമ്പോഴായിരുന്നു വയലാറിൻ്റെ ഈ അത്യാഹിതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ 1926 ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ ജനനം. അച്ഛൻ കേശവപിള്ള, അമ്മ അമ്മുക്കുട്ടിയമ്മ. 1960 വയലാർ, ആൽപി വിൻസെൻ്റ് എന്നിവരുമായി ചേർന്ന് ആലുവയിൽ അജന്ത സ്റ്റുഡിയോ സ്ഥാപിച്ചു, കേരളത്തിലെ 3ാമത്തെ സ്റ്റുഡിയോ. ബിരുദ പഠനത്തിന് ശേഷം പത്രപ്രവർത്തകനായി. സിനിമാ പുസ്തകങ്ങൾ, ചരിത്രം, ബാലസാഹിത്യം, നോവൽ, കഥകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ചേലങ്ങാട്ട് പുസ്തകങ്ങൾ എഴുതി. 2010 ജൂലൈ 4 84ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി. ചേർത്തലയിൽ കടക്കരപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ചേലങ്ങാട്ട് തറവാട്. അവിടുന്ന് 2 കിലോമീറ്റർ നടന്നു പോയാൽ വയലാറായി. ഒരു അതിർത്തി ഗ്രാമമായിരുന്നു കടക്കരപ്പള്ളി. ചേലങ്ങാടിൻ്റെ അമ്മയുടെ വീട് വയലാർ രാമവർമ്മയുടെ വീടിൻ്റെ നേരെ വടക്ക് പുറത്താണ്. അവിടെ കുറച്ച് കൃഷിഭൂമി അടക്കമുണ്ട്. അമ്മുക്കുട്ടിയമ്മ, ചേലങ്ങാടിൻ്റെ അമ്മ, സ്വന്തം കുടുംബത്തിലേക്ക് പോകുമ്പോൾ മോനെ കൂടി കൊണ്ടുപോകും. വയലാറിൻ്റെ അമ്മാവൻ കേരളവർമ്മ സമ്പന്നനാണ്. അദ്ദേഹം പരസ്യമായി ഒരു നായർ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്താ പറയുക, മുളക്കേഴത്ത് എന്ന നായർ കുടുംബത്തിൽ നിന്നാണ് കേരളവർമ്മ സംബന്ധം കഴിച്ചത്, അല്ലെ കല്യാണം കഴിച്ചത്. സംബന്ധമല്ല, കല്യാണം കഴിച്ചത്. തൃക്കേപ്പറമ്പിലാണ് ചേലങ്ങാടിൻ്റെ അമ്മയുടെ തറവാട്. തറവാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ചേലങ്ങാടിൻ്റെ അമ്മ വയലാറിൻ്റെ കോവിലകത്ത് കയറിയിരുന്ന് വർത്തമാനം പറയും.
കേരളവർമ്മ കുടുംബത്തിൽ തുടങ്ങിവെച്ച ജാതീയതയ്ക്ക് എതിരെയുള്ള ഒറ്റയാൽ വിപ്ലവം ബാലനായ വയലാറിൻ്റെ മനസ്സിൽ വിപ്ലവത്തിൻ്റെ ബീജാഭാവമിട്ടിരിക്കുക. ശൂദ്രനായ നായർ സമുദായത്തിലെ പെൺകുട്ടിയെ കേരളവർമ്മ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അടുക്കളയിൽ കയറ്റി ആഹാരം പാകം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ കൊച്ചു രാമവർമ്മയ്ക്ക് നല്ലതായി തോന്നി. അമ്മാവൻ കാണിക്കുന്ന ധീരത കുട്ടിക്കാലത്തെ വയലാർ രാമവർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ചേലങ്കാടിനേക്കാൾ 6 വയസ്സ് മൂത്തയാളാണ് വയലാർ രാമവർമ്മ. അങ്ങനെ 11 വയസ്സുകാരനും 5 വയസ്സുകാരനുമായുള്ള മാനസിക അടുപ്പം വളർന്നു. ഇരുവരുടെയും കുട്ടിത്വത്തിലുള്ള അടുപ്പം വളർന്നപ്പോൾ ദൃഢമായി. അമ്മ ചേലങ്കാടിന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഒരിക്കലും വയലാറിന് വേണ്ട രാമവർമ്മയെ ഒരിക്കലും തിരുമേനിക്കുട്ടി എന്നല്ലാതെ ചേട്ടാ എന്നോ പേരോ വിളിക്കരുത്, തിരുമേനി എന്ന് തന്നെ വിളിക്കണം എന്ന് ചേലങ്കാടിൻ്റെ അമ്മ കർക്കശമായി പറഞ്ഞിരുന്നു. പിന്നെ തിരുമേനി എന്നല്ലാതെ ഒന്നും വിളിക്കരുത്. നായർ ക്ഷത്രിയ ജീവിത രീതിയിൽ ഈ വിളി മുഖ്യവുമാണ്. ചൂപ്പൻ ചിന്താഗതിക്കാരനായിട്ടും തന്നെ തിരുമേനി എന്ന് എല്ലാവരും വിളിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുള്ള ആളായിരുന്നു വയലാർ. വളർന്നപ്പോൾ അദ്ദേഹം വയലാർ രാമവർമ്മയായപ്പോഴും തിരുമേനി എന്ന് തന്നെ വിളിക്കണം, വിളിക്കാത്തവരെ ചീത്ത വിളിക്കുമായിരുന്നു അദ്ദേഹം. പ്രശസ്ത കവി പഴവിള രമേശൻ തന്നെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു വെള്ളമടി സദസ്സിൽ ഒരാൾ വയലാറിനെ വർമ്മയെന്ന് വിളിച്ചു. നിന്റെ അമ്മയുടെ കെട്ടിയവനാണോടാ വർമ്മ എന്ന് തിരിച്ചു ചോദിച്ചു. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല വർമ്മ എന്നൊക്കെ വിളിക്കുന്നത്. തിരുമേനി എന്ന് വിളിച്ചാൽ അതിയായ സന്തോഷവുമാണ്. വിളിച്ചില്ലേൽ പച്ചത്തെറി ആരെയായാലും വിളിക്കുകയും ചെയ്യും. ജ്യേഷ്ഠൻ എന്നുള്ള ബന്ധമുണ്ടായിരുന്നിട്ട് വയലാർ മരിക്കുന്നതുവരെ ചേലങ്കാട്ട് തിരുമേനി എന്നാണ് വിളിച്ചു പോകുന്നത് വയലാറിനെ. ഗോപി എന്നായിരുന്നു വയലാർ തിരിച്ച് ചേലങ്കാടിനെ വിളിച്ചിരുന്നത്. 10 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ കവിതകൾ കുത്തിക്കുറിക്കുന്ന കുട്ടിയായിരുന്നു രാമവർമ്മ. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഏക സന്താനമാണല്ലോ വയലാർ. 3-4 വയസ്സുള്ളപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന രാമവർമ്മയെ കാണാതായി. ആരെങ്കിലും എടുത്തോണ്ട് വരുന്ന ആലോചിക്കും എന്തൊരു നഷ്ടം വയലാർ സിനിമയ്ക്ക് വന്നതിനെന്ന്. 3-4 വയസ്സുള്ളപ്പോഴാണ്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടിയെ കാണാനില്ല. മോൻ മുറ്റത്ത് കളിക്കുന്നത് കണ്ടിട്ടാണ് അമ്മ അടുക്കള ജോലിക്ക് പോയത്. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ അവർക്കൊരു സംശയം തോന്നി. മുറ്റത്തേക്ക് വന്ന് നോക്കി, കുഞ്ഞിനെ കാണാനില്ല. അവിടെ മാകെ അരിച്ചു പെറുക്കി, കാണാനില്ല. ഒടുവിൽ ഈ കോവിലത്തിനടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അബദ്ധത്തിൽ കുളത്തിൽ വീണോ എന്ന് അമ്മ പോയി നോക്കി. അവിടെ കുളക്കരയിൽ അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നു രാമവർമ്മ തമ്പുരാൻകുട്ടി. കുളത്തിൻ്റെ കരം പോയിരുന്ന് കളിക്കുന്നു. 4-5 വയസ്സേ ഉള്ളൂ. അമ്മ ഓടിച്ചെന്ന് വാരിയെടുത്ത് ദേഷ്യപ്പെട്ടു. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടാ, പറയാതെ എന്തിനാ കുളക്കടവിൽ വന്നത്? വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അമ്മ ചോദിച്ചു. മറുപടിയായിട്ട് കുഞ്ഞു വയലാർ പറഞ്ഞത്, അട്ട വന്ന് കുട്ടനെ തൊട്ടു, അട്ടയും കുട്ടനും ഒട്ടുനേരം തട്ടിക്കളിച്ചു. രാമവർമ്മയുടെ ജീവിതത്തിലെ ആദ്യ കവിതയായിരുന്നു ഇത് എന്നാണ് മരിക്കുന്നത് വരെയും വയലാറിൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. അമ്പാലിക തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ വയലാറിൻ്റെ ജീവൻ നിലനിർത്തിയത് തന്നെ, അല്ലെങ്കിൽ വയലാറിൻ്റെ മനസ്സിൽ ഭാര്യയോ മക്കളോ ഒന്നും അല്ലല്ലോ. അമ്പാലിക തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ മുഖമാണല്ലോ ഉള്ളത്. കുട്ടൻ്റെ ആദ്യ കവിത ഇതാണെന്നാണ് അവർ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അട്ട വന്ന് കുട്ടനെ തൊട്ടു, അട്ടയും കുട്ടനും ഒട്ടുനേരം തട്ടിക്കളിച്ചു എന്ന മകൻ്റെ ആദ്യ കവിത എപ്പോഴും പാടുമായിരുന്നു അമ്പാലിക തമ്പുരാട്ടി. നന്ദി, നമസ്കാരം.